ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി അഥവാ CSR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. CSR സാധാരണയായി ഒരു 35-40 വയസ്സ് പ്രായമുള്ള ഒരാൾക്കാണ് സാധാരണ വരിക. അത് കാരണമുള്ള കാഴ്ചക്കുറവ് വളരെ ഫ്രീക്വൻ്റായി തന്നെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ഡോക്ടർ ഗോപാൽ എസ് പിള്ളൈ, അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലെ നേത്രവിഭാഗം മേധാവിയാണ്. CSR അഥവാ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്നാൽ എന്താണ്? യൂഷ്വലി നമ്മളുടെ സ്ട്രെസ്, എവ്രിഡേ സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഈ സ്ട്രെസ് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു അസുഖം കണ്ണിൽ വരുന്നത്. ഒരുപാട് സ്ട്രെസ്ഫുള്ളായ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പലർക്കും ഈ CSR വരുന്നത്. CSR വരുന്ന ആളുകൾക്ക് നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും ഒരു കറുത്ത വട്ടം നമ്മുടെ വിഷ്വൽ ഫീൽഡിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ ആ കറുത്ത വട്ടം നമ്മൾ വലത്തോട്ട് നോക്കിയാൽ വലത്തോട്ടും ഇടത്തോട്ട് നോക്കിയാൽ ഇടത്തോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ആ വിഷ്വൽ ഫീൽഡിൻ്റെ, അതായത് നമ്മളുടെ ആ ദൃഷ്ടികോണിൻ്റെ ഒരു നടുക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടോ അത് അവിടെ എപ്പോഴും ഉണ്ടാകും. അത് ഞാൻ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യുകയും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ കണ്ണ് അടച്ചു പിടിച്ച് നോക്കിയാൽ മറ്റേ കണ്ണുകൊണ്ട് നോക്കിയാൽ നോർമൽ ആയിരിക്കും. ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ ആ ഒരു കറുത്ത വട്ടം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഈ CSR വരുന്നത് എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കണ്ണിൻ്റെ ഏറ്റവും പിന്നിലുള്ള ലൈറ്റ് ഫോക്കസായി കാഴ്ച വരുന്ന ഭാഗമാണ് റെറ്റിന. നിങ്ങൾക്കറിയാം, ഈ റെറ്റിനയുടെ ലെയേഴ്സിൻ്റെ അടിയിൽ ഫ്ലൂയിഡ് കളക്ഷൻ അഥവാ ഒരു ചെറിയൊരു ദ്രാവകം അവിടെ കളക്ട് ചെയ്യുന്നതിനാണ് CSR എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് അവിടെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാകാം. ഒരുപക്ഷെ ജോലിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലെ സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ സ്ട്രെസ് ആയിരിക്കാം. എന്ത് തരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും നമ്മളുടെ ശരീരത്തിൽ അത് ഒരുപാട് ചേഞ്ചസ് വരുത്തും. ശരീരത്തിൽ എൻഡോജീനസ് സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണിൻ്റെ അളവ് സ്ട്രെസ് കൂടുതലായി ബാധിക്കുന്നവർക്ക് കൂടും. ഈ സ്റ്റിറോയിഡ് ഹോർമോൺ നമ്മളുടെ ബ്രെയിനിലേക്കും കണ്ണിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ ഒരുപാട് കൂട്ടും. രക്തസ്രാവം കൂട്ടുന്നത് കൂടുതൽ നമ്മൾ ചിന്തിച്ചു കൊള്ളട്ടെ, നമ്മൾ ഈ സ്ട്രെസ്സിനെ അതിജീവിക്കാനായിട്ടുള്ള ബ്രെയിനിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്. ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നതനുസരിച്ച് നമ്മളുടെ കണ്ണിൽ റെറ്റിനയുടെ തൊട്ട് താഴെ കൊറോയിഡ് എന്ന് പറയുന്ന ലെയറിൽ ഒരുപാട് ബ്ലഡ് ഫ്ലോ കൂടുകയും അതുകൊണ്ട് തന്നെ പ്രഷർ ഒരുപാട് കൂടുകയും ചെയ്യും. ഈ പ്രഷർ കൂടുമ്പോൾ കൊറോയിഡും റെറ്റിനയും തമ്മിലുള്ള ഒരു ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്. ആ ടൈറ്റ് ജംഗ്ഷനിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സുഷിരം വന്ന് അല്ലെങ്കിൽ ഒരു ലീക്ക് വന്ന് ആ ലീക്കിനുള്ളിലൂടെ റെറ്റിനയുടെ അടിയിലേക്ക് ഫ്ലൂയിഡ് കളക്ഷൻ വരുന്ന ഒരു കണ്ടീഷനാണ് CSR. അപ്പോൾ ആർക്കൊക്കെയാണ് CSR സാധാരണയായി വരുന്നത്? ഒരു 35-40 വയസ്സ് ഉള്ള ആളുകൾ, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ള ആളുകൾ, ടൈപ്പ് എ പേഴ്സണാലിറ്റി. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം
ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് ഇത് വേണം, ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി തന്നെ വേവലാതിപ്പെടുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി. നോക്കൂ, രാവിലെ ഒരു വീട്ടമ്മ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീട്ടമ്മയ്ക്ക് ഭയങ്കരമായ ടെൻഷൻ. ഇഡ്ഡലിയിൽ ഉപ്പ് കൂടുതലാണോ, ഉപ്പ് കുറവാണോ, മാവ് ശരിയല്ലയോ എന്നുള്ള ഭയങ്കര ടെൻഷൻ. ഈ ടെൻഷൻ തന്നെ ഒരു 2 കോടി രൂപ നഷ്ടപ്പെട്ട ഒരു സാധാരണ ബിസിനസ്സുകാരൻ്റെ അത്രയും സ്ട്രെസ്സ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് ഒരാൾ ഈ സ്ട്രെസ് എടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻഡോജിനസ് സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ പ്രസരം ഉണ്ടാകുന്നത്. എൻഡോജിനസ് സ്റ്റിറോയിഡ് ഹോർമോൺ കൂടുന്നതിന്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈൽ, 35 തൊട്ട് 40 വയസ്സ് വരെ പ്രായമുള്ളവർ, 40-45 വരെയൊക്കെ വരാം. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിലാണ് ഈ CSR കൂടുതലായി കാണുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ കാര്യവും ഞാൻ പറഞ്ഞു. പരീക്ഷകൾ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ്, അല്ലെങ്കിൽ ജോലി ചേഞ്ച്, അല്ലെങ്കിൽ വീട്ടിൽ വളരെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ, അപ്പോൾ ഇതെല്ലാം ഈ തരത്തിലുള്ള സ്ട്രെസ്സിനും ഈ തരത്തിലുള്ള CSR വരുന്നതിനും കാരണമാകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് CSR ഉണ്ട് എന്ന് മനസ്സിലാക്കുക? കണ്ണിൻ്റെ പരിശോധനയിൽ നമുക്ക് കാഴ്ച കുറവുണ്ടെന്ന് മനസ്സിലാവുകയും കണ്ണിൽ തുള്ളിമരുന്നൊഴിച്ച് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റെറ്റിനയ്ക്കുള്ളിൽ ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുകയും ചെയ്യും. എത്രത്തോളം ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നറിയുവാനും ഓരോ തവണ വരുമ്പോഴും ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ടും OCT എന്ന ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു 80% ആളുകൾക്ക് ഓവർ എ പീരിയഡ് ഓഫ് ടൈം പതുക്കെ ഈ ഫ്ലൂയിഡ് കളക്ഷൻ കുറഞ്ഞ് നോർമലാവും. ഒരു 2 മാസം കൊണ്ട് ഒരു 80% ആളുകൾ ഈ CSR എന്ന രോഗം വന്നിട്ട് കൂടി അവർക്ക് ഒരു 2 മാസം കൊണ്ട് 80% ആൾക്കാർ അതിൽ നിന്ന് രോഗവിമുക്തരാവും. ഒരു 20% ആൾക്കാരാണ് പിന്നെ ഈ പ്രശ്നം ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ഫ്ലൂറസൻ ആൻജിയോഗ്രഫി എന്നൊരു ടെസ്റ്റ് ഉണ്ട്. കയ്യിലൊരു ഇഞ്ചക്ഷൻ കുത്തിയിട്ട് കണ്ണിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ CSR ഉണ്ടോ ഇല്ലയോ, എത്രത്തോളം അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഫ്ലൂറസൻ ആൻജിയോഗ്രഫി, OCT എന്നീ ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു 80% രോഗികൾ തന്നെത്താനെ തന്നെ ഈ ഫ്ലൂയിഡ് കുറഞ്ഞു വരും, തന്നെത്താനെ തന്നെ ഈ ഫ്ലൂയിഡ് കംപ്ലീറ്റ്ലി വറ്റിപ്പോകും. പക്ഷേ ഫ്ലൂയിഡ് വന്ന് വറ്റിപ്പോയാലും അത്രയും ഭാഗത്ത് നമ്മളുടെ ഒരു ക്ലാരിറ്റി നോർമലായിരിക്കില്ല. ചിലപ്പോൾ 1-2 വർഷം വരെ നമുക്ക് ഈ ഫ്ലൂയിഡ് വറ്റിപ്പോയി കഴിഞ്ഞാലും ഒരു കൂളിംഗ് ഗ്ലാസ്സിനുള്ളിലൂടെ നോക്കുന്നത് പോലെ ആ ഭാഗം മാത്രം കുറച്ച് ഇരുട്ടായിരിക്കും. 1 മാസം കഴിഞ്ഞിട്ടും ഈ അസുഖം മാറുന്നില്ല, അല്ലെങ്കിൽ കൂടി വരികയാണ്, അല്ലെങ്കിൽ ആ പ്രത്യേക ആളുടെ ജോലി ഈ CSR തന്നെത്താനെ മാറുവാനായി 2 മാസം കൊടുക്കാനുള്ള അത്രയും സാവകാശം ഇല്ലാത്ത ഒരു ജോലിയാണെന്നിരിക്കട്ടെ. ഒരു ബാങ്ക് മാനേജർക്ക് ഒരു CSR വെച്ച് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വളരെ ചെറിയ അക്ഷരങ്ങൾ എപ്പോഴും വായിക്കേണ്ടി വരും. ഒരു ടീച്ചർക്കോ അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ വിഷ്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ CSR വെച്ച് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തന്നെത്താനെ മാറുമെന്ന് വിചാരിച്ചാൽ പോലും അങ്ങനെ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരത്തെ ഒരു ഫ്ലൂറസൻ ആൻജിയോഗ്രഫി ചെയ്ത് ലീക്ക് എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ആ ലീക്ക് ഏറ്റവും സെൻട്രൽ ഭാഗത്തിൻ്റെ ഒരു 1 മില്ലിമീറ്റർ 1.5 മില്ലിമീറ്റർ അപ്പുറത്താണെങ്കിൽ, അതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് അതിനെ ലേസർ ചികിത്സ ചെയ്ത് ആ ലീക്കിനെ ക്ലോസ് ചെയ്യാൻ പറ്റും, ആ ലീക്കിനെ അടയ്ക്കാൻ പറ്റും. പക്ഷേ അത് സെൻട്രൽ ഏരിയയ്ക്ക് ഒരുപാട് അടുത്താണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കേസുകളിൽ ഫോട്ടോ ഡൈനാമിക് തെറാപ്പി എന്ന ഒരു സ്പെഷ്യൽ കോൾഡ് ലേസർ ചെയ്യാൻ സാധിക്കും.
ഇനി ചില ആളുകൾക്ക് CSR വീണ്ടും വീണ്ടും റിക്കറൻ്റായി വന്നുകൊണ്ടിരിക്കും. ഒരു തവണ CSR വന്നു, ആ ലീക്ക് ക്ലോസ് ആയി, പക്ഷെ മറ്റൊരു ലീക്ക് തുറന്ന് അവിടെ ഫ്ലൂയിഡ് കളക്ഷൻ വരുന്നു, അത് ക്ലോസ് ആവുന്നു, മറ്റൊരു ഭാഗത്ത് ലീക്ക് വരുന്നു, അത് തുറക്കുന്നു. ഇതാണ് റിക്കറൻറ്റ് CSR. ഇതിൻ്റെ കാരണം എന്താണ്? ആ ഓൺഗോയിങ് സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ആ പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളത് കാരണം ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ടെൻഷൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഇതുകൊണ്ടായിരിക്കാം എപ്പോഴും ഈ എൻഡോജിനസ് സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ലെവൽ ഹൈ ആയിരിക്കുകയും അത് കൊറോയിഡിലെ പ്രഷർ കൂട്ടുകയും അവിടെയും ഇവിടെയും ചെറുതായിട്ട് ഓരോ ലീക്കുകൾ തുടങ്ങുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സൈക്കോ തെറാപ്പി ചെയ്ത് നമ്മളുടെ സ്ട്രെസ് ലെവൽസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് പേഷ്യൻ്റ് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മ്യൂസിക് തെറാപ്പി, അല്ലെങ്കിൽ കുടുംബവുമായി ഒരു ടൂർ പോവുക, അല്ലെങ്കിൽ നമുക്ക് ഡീസ്ട്രെസ് ചെയ്യാനായിട്ടുള്ള എന്താണ് നമ്മളുടെ ഒരു മെത്തഡോളജി എന്ന് വെച്ചാൽ അതെല്ലാം അഡാപ്റ്റ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുവാനായി നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. വളരെ റെയർലി നമുക്ക് ഒരു CSR വരുന്ന ഒരാൾക്ക് ഫ്ലൂയിഡ് മാറാതെ ദീർഘകാലം നിൽക്കുകയാണെങ്കിൽ, ഒരു 3 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ഫ്ലൂയിഡ് നിൽക്കുകയാണെങ്കിൽ അതിന് ക്രോണിക് CSR എന്നാണ് പറയുക. ക്രോണിക് CSR ഉണ്ടെങ്കിലും അതിൻ്റെ ചികിത്സ ഫോട്ടോ ഡൈനാമിക് തെറാപ്പി ആണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ലേസറാണ്. നമ്മൾ വെർട്ടിപ്പോർഫിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പ്രത്യേക ലേസർ 83 സെക്കൻഡ് നേരത്തേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി. വളരെ റെയർലി നമുക്ക് ക്രോണിക് CSR വരുന്ന ചില രോഗികളിൽ കണ്ണിനുള്ളിലേക്ക് ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ കൊടുത്താലും ചില പ്രയോജനം വരാറുണ്ട്. CSR വരുന്ന രോഗികൾക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും നമ്മളുടെ യൂഷ്വലായിട്ട് നമ്മളുടെ ലൈഫിൽ വരുന്ന സ്ട്രെസ്സ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിക്കുകയും അത് നമ്മൾക്കുള്ളിലേക്ക് കൂടുതൽ അതിൻ്റെ ഇഫക്റ്റ് വരുത്താതിരിക്കുകയും ചെയ്യാനുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് സൈക്കോ തെറാപ്പിയാണ് അതിൻ്റെ ലോങ് ടേം വളരെ നല്ല ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ CSR റിക്കർ ചെയ്യാതിരിക്കാനും ക്രോണിക് CSRലേക്ക് പോവാതിരിക്കാനുമായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ CSR എന്ന ഈ അസുഖം, സ്ട്രെസ് കാരണമുള്ള കണ്ണിൽ വരുന്ന അസുഖം എന്താണെന്നും അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നും നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഇനി മറ്റൊരു കണ്ടീഷനുമായി ഞാൻ അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം.